നൽകിയിരിക്കുന്ന പിക്ചർ നിരീക്ഷിച്ച് മഴനിഴൽ പ്രദേശം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂപ്രകൃതി കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ ചിത്രം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു പർവ്വതം കാണുന്നുണ്ട്. ഇവിടെ എന്താണ്, ഈർപ്പം വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റ് എവിടെ നിന്ന് പോവാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പർവ്വതത്തിൽ തട്ടി നമ്മുടെ പടിഞ്ഞാറ് ചെരുവുകളിൽ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് മഴ കിട്ടുന്നു. പകരം ഈ കിഴക്കോട്ട് പോകുന്നത് എന്താണ്, അവിടെ തീരെ മഴ കുറവാണ്. ഇത്തരത്തിൽ ഈ മഴ ലഭിക്കാത്ത പ്രദേശമില്ലേ, അതായത് പടിഞ്ഞാറ് ചെരുവിൽ ഈ പർവ്വതത്തിൽ തട്ടി മഴ കിട്ടുകയും ഈ കിഴക്ക് ഭാഗത്ത് മഴ തീരെ കുറവായി ലഭിക്കുന്ന ഈ പ്രദേശത്ത് പറയുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. ഇനി ബി പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, വൈ ഡസ് കേരള ഹാവ് മോർ റെയിൻഫാൾ ദാൻ തമിഴ്നാടു, പ്രിപ്പയർ എ നോട്ട്. അതായത് തമിഴ്നാടിനേക്കാൾ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിലാണ് നമ്മുടെ കേരളം ഉള്ളത്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ടാണ് തമിഴ്നാടുള്ളത്. ഇതുപോലെ തന്നെ എന്താണ്, ഈ പർവ്വതത്തിൽ തട്ടി ഈർപ്പവാഹിയായ കാറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് നന്നായിട്ട് മഴയുണ്ടാക്കുകയും കിഴക്ക് തമിഴ്നാട്ടിലിട്ട് പോകുമ്പോൾ മഴ കിട്ടാതിരിക്കുകയും അവിടെ എന്താണ് പഴനിഴൽ പ്രദേശമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തീരെ മഴ കുറവും കേരളത്തിൽ നന്നായിട്ട് മഴ ലഭിക്കുന്നതും.